ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഒഴിച്ചുകറിയാണ്. ഉണക്ക ചെമ്മീനും വെണ്ടയ്ക്കയും ഒക്കെ ചേർത്ത് നല്ല സ്വാദാണ് കേട്ടോ. ഇതൊന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഒരു പകുതിയാകുമ്പം തന്നെ അതിൻ്റെ മണം കൊണ്ട് നമുക്കിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല മണവും സ്വാദുമാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉണക്കക്കൊഞ്ചാണ്. നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത ഉണക്കക്കൊഞ്ചായിരുന്നു എനിക്ക് കിട്ടിയത് കേട്ടോ. എന്നാലും നന്നായിട്ട് 2-3 പ്രാവശ്യം വെള്ളം മാറി ഞാനൊന്ന് കഴുകുന്നുണ്ട്. കൊമ്പും വാലും ഒക്കെയുള്ള കൊഞ്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം കളഞ്ഞ ശേഷം വേണം വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാനായിട്ട്. തേങ്ങ കുറച്ച് അരച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 കപ്പ് ഫ്രഷായിട്ട് ചിരകിയ തേങ്ങയും നല്ല എരിവുള്ള ഒരു 4 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും ഒരു 4-5 കൊച്ചുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണേ. ഇനിയിപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കഴുകി വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൊഞ്ചില്ലേ അതും കൂടി ഇതിൻ്റെ അകത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വെണ്ടയ്ക്ക കൂടെ ചേർക്കണേ. വെണ്ടയ്ക്ക ഞാൻ ചേർത്തിരിക്കുന്നത് 200 ഗ്രാമാണ്. ഇച്ചിരി നീളത്തിലുള്ള പീസസ് ആയിട്ടാണ് ഞാൻ വെണ്ടയ്ക്ക മുറിച്ചിട്ടിരിക്കുന്നത്. ഒരു 1 ഇഞ്ച് 1-1.25 ഇഞ്ച് നീളത്തിലാണ് മുറിച്ചിട്ടിരിക്കുന്നത്. പിന്നെ നല്ല വണ്ണമുള്ള വെണ്ടയ്ക്കയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നടുക്കൂടെ ആ ഭാഗം മാത്രം ഒന്ന് കീറി കൊടുത്താൽ മതിയേ. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആ വെണ്ടയ്ക്കയൊന്ന് കുക്കാവുന്നത് വരെ അത് വഴറ്റി കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നു പോകല്ലേ. ഇപ്പം നമ്മുടെ കൊഞ്ചിൻ്റെയൊക്കെ നന്നായിട്ട് നിറമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വെണ്ടയ്ക്കയുടെ പീസസ് ആണെന്നുണ്ടെങ്കിലും വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചേർക്കുന്നത് നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പിലോട്ട് 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കൊഴുപ്പ് കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്താൽ മതിയേ. ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് കാണും. അതുകൊണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഈ അരപ്പൊഴിക്കാവുള്ളേ. ഈ അരപ്പങ്ങ് വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളച്ച് വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും, അങ്ങ് പിരിഞ്ഞതുപോലെ ആവുകയും ചെയ്യും. ഇപ്പം ഞാൻ ചേർക്കുന്നത് നല്ല കട്ട തൈര് 1 കപ്പാണ് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുള്ളേ. ഒരു കാരണവശാലും തിളയ്ക്കാനിടയാവരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മട്ടേ മാറിപ്പോകും. കറിയുടെ ആ ലുക്കും മാറും, ടേസ്റ്റും മാറിപ്പോകും. അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ചട്ടിയുടെ അടിഭാഗം ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നിട്ട് ആ സ്പൂൺ നോക്കിയാൽ മതി. ആ സ്പൂണിൽ നോക്കുമ്പോഴേക്കും ചെറുതായിട്ട് ആവി പോകുന്ന സമയമാകുമ്പോൾ നിർത്തണേ. പിന്നെ വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നിരുന്ന് കുറുകിപ്പോവും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ തിളച്ച വെള്ളം ചേർത്തായിരുന്നു കേട്ടോ. ആ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർക്കണേ. ഇപ്പം ഞാൻ വേറൊരു ചട്ടിക്കകത്തോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു 2-3 ചെറിയ വറ്റൽമുളക് മുറിച്ചത് വിട്ടുകൊടുത്ത് 2 തണ്ട് കറിവേപ്പിലയും ഒരു 4-5 കൊച്ചുള്ളിയും കൂടെ മുറിച്ചതിട്ട് നന്നായിട്ട് താളിച്ചിട്ട് കറിയിലോട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരൻ ഉണക്ക കൊഞ്ച് വെണ്ടയ്ക്ക കറി റെഡി. ഇത് മാത്രം മതി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ആ മണം നമുക്ക് കിട്ടി തന്നെ ചോറുണ്ട് പോവും. അതുപോലെ ടേസ്റ്റാണ്. നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. എന്നിട്ട് ഇഷ്ടപ്പെട്ടോന്ന് എന്നെ വിവരം ഒന്ന് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്